ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ത്രെഡ് ആൻഡ് ടംബിൾ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓൾഡ് ഡാമിലെ അലക്സാണ്ട്ര പാർക്കാണ്. അപ്പോൾ നമുക്ക് അലക്സാണ്ട്ര പാർക്കിലേക്ക് പോയി നോക്കിയാലോ. ഈ പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് പച്ചപ്പും അതിമനോഹരമായ മരങ്ങളുമാണ്. ഇവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ വെച്ചാണ് ഞങ്ങൾ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്തത്. അങ്ങനെ എൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഞാൻ യാനിനെയും ഇസനെയും തിരഞ്ഞു പോവുകയായിരുന്നു. അവർ പ്ലേ ഏരിയയിൽ ഉണ്ടാവും എനിക്കറിയാം. ഞാൻ മുന്നിൽ പോയി, ഉപ്പ ബാക്കിൽ ക്യാമറയും കൊണ്ടുവന്നു. വലിയ സ്പീഡിൽ പോയ ഞാൻ സ്ലോ ആയത് എന്താണെന്നറിയോ? ഇവിടെ ഉള്ളവർക്ക് ഈ ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് ആണ്. അവിടെ കയറില്ലാത്ത 3 എണ്ണം. അതിനെ കണ്ടിട്ടാണ് കേട്ടോ, അല്ലാതെ ഉപ്പാനെ വെയിറ്റ് ചെയ്തതൊന്നുമല്ല. ചില ഡോഗ്സിനൊക്കെ വിട്ടുന്ന് കാണാൻ ഇഷ്ടം. അതിൻ്റെ അപ്പുറത്തേക്കുള്ളതിനൊന്നും ഞമ്മളില്ല. പിന്നെ ഇസനെയും യാനെയും തിരഞ്ഞ് ഞങ്ങൾ പ്ലേ ഏരിയയിലെത്തി. അവിടെ ഇവർ രണ്ടാളും എവിടെ നോക്കുമ്പോഴാണ് യാനിനെ കണ്ടത്. അപ്പം നേരെ യാനിൻ്റെ അടുത്തേക്ക് പോയി നോക്കി. അപ്പോഴാണ് ഞാനിവിടെ JCB കൊണ്ട് മണ്ണ് കോരണോ അപ്പുറത്തേക്ക് ഇടണോ, കോരണോ അപ്പുറത്തേക്ക് ഇടണോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്ലൈഡിൽ പോയി. പിന്നെ ഈ ഒരു വട്ടം കിടങ്ങുമ്പോൾ 2 ആളെ വെച്ചിട്ട് പോകുമ്പോൾ വീന്ന് മനസ്സിലാണ്ട് ഒരാളായി. അവിടെയുള്ള എല്ലാ റൈഡിലും ഒന്ന് കയറി ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ബോബിളി ബ്രിഡ്ജ് കണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ മുന്നിൽ പോയി. അപ്പോഴാണ് മനസ്സിലായത് ഇസനെ കൂട്ടിയിട്ടില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഇസനെ പോയി വിളിച്ചു വിടുന്നു. ഇസക്ക് ഫസ്റ്റ് ചെറുതായിട്ടൊരു പേടി, പിന്നെ അവൾ ആക്റ്റീവായി. ഈ ബ്രിഡ്ജ് നല്ല ഷെയ്ക്കി ആയോണ്ടേ ഇസനെയും ഞാനും വീഴ്ത്താൻ പറ്റുമെന്നായിരുന്നു എൻ്റെ ശ്രമം. ഞാൻ കട്ടൊക്കെ പിടിച്ച് നിന്നു. ഇസയും കുറച്ചൊക്കെ പിടിച്ച് നിൽക്കാൻ നോക്കി. എന്നാലും ഒന്ന് വീണു. ഒരാളെങ്കിലും വീണു എന്ന് കണ്ടപ്പോൾ ഒരു മനസ്സുഖം കിട്ടി. പാർക്കിന്റെ മറ്റേ ഏരിയകൾ കാണാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരുന്നു. അവിടെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അതും ഡിഫറെൻറ്റ് കളേഴ്സിൽ. എല്ലാം കണ്ട് ഇങ്ങനെ നടക്കാനും നല്ല രസമായിരുന്നു. ഈ നല്ല പച്ച പുല്ല് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയും അറിയാതിരിക്കാൻ തോന്നുക. അപ്പം എന്തായാലും 2 വട്ടെങ്കിലും മറന്നിട്ടുണ്ടാവും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ കുറേ നല്ല അടിപൊളി പൂക്കൾ കണ്ടത്. അപ്പം എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കണമല്ലോ. ഈ പൂക്കളൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയാണ്. പ്രത്യേകിച്ച് ഇത് അറേഞ്ച് ചെയ്ത വേല്, നടുവിലൊരു മരം, ചുറ്റുവട്ടത്ത് പൂക്കളും എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം അത് അപ്പുറത്ത് ഇതിലും ഭംഗിയുള്ള പൂക്കള്. പ്ലാസ്റ്റിക് ആണോ റിയൽ ആണോ ചെറുതായിട്ടൊന്ന് ഡൗട്ട് അടിച്ചു. എന്നാലും റിയൽ തന്നെയാണ് കേട്ടോ. ഇസ പൂക്കളൊക്കെ പറിക്കാൻ ചെറിയൊരു ശ്രമം നടത്തി. ഞാനൊക്കെ പിടിച്ച് മാറ്റേണ്ടി വന്നു. എന്തൊരു ഭംഗിയാലേ ഈ പൂക്കളെ കാണാന്. ഇസയൊക്കെ അതിൻ്റെ അപ്പുറത്ത് കൂടി വട്ടം ചുറ്റി നടക്കായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഗ്രീൻ ഹൗസ് ഉണ്ട്. അടുത്തതായി ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടത്. ഗ്രീൻ ഹൗസിൽ 3 റൂമുകളായിരുന്നു യൂസ് ചെയ്തിരുന്നത് ഈ ചെടികൾ അലങ്കരിക്കാൻ. 3 റൂമിലും ഇലച്ചെടികൾ തന്നെയായിരുന്നു. നാട്ടിലുള്ള ചില ഇലച്ചെടികൾ ഞാൻ ഇവിടെ കണ്ടു. ഈ ഇലച്ചെടികൾക്കും വേറൊരു പ്രത്യേക ഭംഗിയാണല്ലേ. ഈ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. വെറുതെ അവിടെയുള്ള ചെടികളൊക്കെ നോക്കി കണ്ട്. ഞങ്ങൾക്ക് എത്രത്തിൻ്റെ പേര് പറയാൻ പറ്റും നാട്ടിലുള്ള. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. ഇവിടെ കുറേ പൂക്കളുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞ പോലെ. പിന്നെ ഞങ്ങൾ ഈ വീട് പോലത്തെ ഒരു സ്ഥലം കണ്ടു. വീടാണോന്ന് കറക്റ്റ് മനസ്സിലായില്ല. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ വേറൊരു ഡോഗിനെ കണ്ടു. അതിന് പിന്നെ കയറ് ഇട്ടിരുന്നു, അതുകൊണ്ട് എനിക്ക് അത്ര പേടിയായില്ല. അത് ചെറുതായിട്ടൊന്ന് ക്യാമറ ഒക്കെ പോസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഓണറിനൊപ്പം തന്നെ പോയി.
ഇവിടൊക്കെ എത്ര ടൈപ്പ് ചെടികളാണെന്നറിയോ, എത്ര കളറ്, എന്തൊരു മനോഹരമാണ് ഇതൊക്കെ കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ അടിയിൽ കൂടി പോയി. ഇതെന്താന്ന് കറക്റ്റ് മനസ്സിലായില്ല, ഒരു ഡിസൈന് പോലെ. പിന്നെ മുന്നോട്ട് പോയി ഞങ്ങൾ വേറെ എന്തൊക്കെയുണ്ട് നോക്കാൻ വേണ്ടി. ഉപ്പ ഇവിടെ ഇങ്ങനെ ഒരു ലേക്ക് ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ലേക്കൊക്കെ പോയി നോക്കുകയായിരുന്നു. ലൈക്കിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നല്ല അടിപൊളി ലേക്കായിരുന്നു. ഇന്ന് കുറേ താറാവുകൾ അതിൽ സ്വിം ചെയ്യുന്നുണ്ടായിരുന്നു. ചില ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചാറാൻ തുടങ്ങി. അതുകൊണ്ട് അങ്ങനെ അത്ര ഫുട്ടേജസുകളൊന്നും കിട്ടിയില്ല. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അത് വെച്ച് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാമെന്ന് കണ്ടു. അവിടെ ആൾക്കാർ ഫിഷ് ചെയ്യും. ഈസ നല്ല മെല്ലെ ബാക്കിൽ വരുന്നുള്ളുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഞാൻ അവളെ പിടിച്ചു കൊടുന്ന് കണ്ട് ബ്രിഡ്ജിലേക്ക് കയറ്റി. ഞാൻ ആ സമയത്ത് ബ്രിഡ്ജിൽ എത്ര സ്റ്റെപ്സ് ഉണ്ടായിരുന്നു നോക്കുമായിരുന്നു. മഴ ശക്തി കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൽ നോക്കിയാൽ മനസ്സിലാവൂലേ. അപ്പം ഞങ്ങളൊരു മരത്തിൻ്റെ ചോട്ട് കയറി നിന്നു. മഴ ഒന്ന് ശക്തി കുറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്ന് മുന്നോട്ട് നടന്നു. അത് കഴിഞ്ഞ് ഇതിൽ എത്ര ആയുണ്ട് നോക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത്. അത്യാവശ്യം ആയുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് മാറി നിന്നു. അവിടെ ഒരു ഫൗണ്ടെയിനും ഒരു വലിയ ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മീൻ പിടുത്തക്കാരോട് എനിക്ക് എത്ര മീനെ കിട്ടി എന്നൊക്കെ ചോദിക്കണം എന്നുണ്ടായിരുന്നു. മഴ കാരണം അതിനൊന്നും പറ്റിയില്ല. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. മഴക്കാറ് കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പിന്നെ മനസ്സിലായി അത് നല്ലൊരു തീരുമാനമായിരുന്നു എന്ന്. മടക്കേ യാത്രയിൽ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.